കഥയാരംഭിക്കുന്നത് ലെക്സി എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലെക്സി ഒരു സെറാമിക് ഷോപ്പ് നടത്തി ജീവിക്കുകയായിരുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റുമായ ക്രിസ്സിയുടെ ഒപ്പമാണ് ലെക്സി താമസിക്കുന്നത്. ന്യൂയോർക്ക് നഗരത്തിലെ ആ ജീവിതം അവൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വേഗത്തിൽ ക്രിസ്സിയോട് യാത്രയും പറഞ്ഞ് തന്റെ ഷോപ്പിലേക്ക് പുറപ്പെട്ടു. അവളോടി തന്റെ സെറാമിക് ഷോപ്പിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും പുറത്തൊരു കസ്റ്റമർ കാത്തുനിന്നിരുന്നു. അയാൾ പോവാൻ തുടങ്ങുകയായിരുന്നു. ഓടിയെത്തിയ ലെക്സി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. പിന്നാലെ കട തുറന്ന് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. ആ മനുഷ്യൻ വസ്തുക്കളൊക്കെ നോക്കിക്കണ്ടു. എല്ലാം ഭംഗിയുള്ള ക്രിയേഷൻസ് ആണ്. അതിലൊരു വെയ്സ് അയാൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിന്റെ വില കേട്ടപ്പോ അയാളുടെ പക്കലപ്പോൾ അത്രയും പണമില്ല. പിന്നീട് വാങ്ങാമെന്ന് കരുതി അയാൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അന്ന് വൈകുന്നേരം കടപൂട്ടി ഇറങ്ങിയപ്പോ ലെക്സി ക്രിസ്സി വെയിട്രസ് ആയി ജോലി നോക്കുന്ന ആ ഒരു റെസ്റ്റോറന്റിൽ ചെന്നു. ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. ഭക്ഷണം കഴിച്ച് ലെക്സി ഇരുന്നപ്പോ ക്രിസ്സി കുറച്ചു നേരത്തേക്ക് അവളുടെ അടുത്ത് വന്നിരുന്നിരുന്നു. ലെക്സിയുടെ മുഖം അസ്വസ്ഥമായിരിക്കുന്നത് ക്രിസ്സി ശ്രദ്ധിച്ചു. എന്താ കാര്യമെന്ന് ക്രിസ്സി അവളോട് ചോദിച്ചു. എന്റെ പാരന്റ്സ് ബർത്ത്ഡേ ആയതുകൊണ്ട് ലഞ്ചിന് ക്ഷണിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ മീറ്റ് ചെയ്യാൻ പോണം. അതിന്റെ കുറച്ച് ടെൻഷനുണ്ട് എന്നായിരുന്നു ലെക്സി പറഞ്ഞത്. ക്രിസ്സിക്ക് അധികമായി അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പേ അവളുടെ ബോസ് അങ്ങോട്ടേക്ക് എത്തി അവരുടെ സംസാരത്തിൽ ഇടപെട്ടു. ജോലിയിലേക്ക് ക്രിസ്സിക്ക് വേഗം തിരിക്കേണ്ടി വന്നു. പിറ്റേന്ന് പുലർച്ചെ ഉറക്കമെഴുന്നേറ്റ് വന്ന ലെക്സി കണ്ടത് ക്രിസ്സി അവൾക്കായി ബർത്ത്ഡേ കേക്കും മറ്റു ചില കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. ലെക്സിയെ ഒന്ന് കൂളാക്കുകയായിരുന്നു ക്രിസ്സിയുടെ ലക്ഷ്യം. ഉച്ചയ്ക്ക് പാരന്റ്സിനെ അവൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അവളുടെ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ചു വിടുക. എന്തായാലും അത് വർക്കായി. അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഉച്ചയ്ക്ക് പാരന്റ്സ് ഉള്ള ഹോട്ടലിലേക്ക് ലെക്സി ചെല്ലുകയാണ്. സാധാരണ വേഷത്തിലായിരുന്നു അവളുടെ ആ പോക്ക്. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ കണ്ടപ്പോ അവളുടെ വേഷവും മറ്റും കണ്ട് അയാൾ അവളെ ചെറുതായി ഒന്ന് കൊച്ചാക്കിയൊക്കെ സംസാരിച്ചു. പക്ഷെ പിന്നാലെയാണ് കുറച്ച് റൂഡായ റിസപ്ഷനിസ്റ്റ് ലെക്സിയുടെ അച്ഛൻ കിങ് ആൽഫ്രഡും അമ്മ ക്യൂൻ ചാർലറ്റുമാണ് എന്ന് മനസ്സിലാക്കുന്നത്. കോവി എന്ന രാജ്യത്തെ രാജാവും രാജ്ഞിയുമായിരുന്നു അവർ. അതായത് ലെക്സി ഒരു രാജകുമാരി കൂടിയാണ്. അതോടെ ആ റിസപ്ഷനിസ്റ്റിന്റെ ഭാവം മാറി. ആതിഥ്യ മര്യാദയോടെ അയാൾ ലെക്സിയുടെ പേര് മാറി. ലെക്സിയെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലേക്ക് നയിച്ചു. അവർക്ക് വേണ്ടി അവിടുത്തെ വലിയൊരു ഹാൾ തന്നെ പേഴ്സണൽ സ്പേസ് ആക്കി മാറ്റപ്പെട്ടിരുന്നു. അവർ മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ട ഒരു സെറ്റപ്പ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ പാരന്റ്സിനൊപ്പം ലഞ്ചിനായി അവൾ ഇരുന്നു. പാരന്റ്സിനോട് സംസാരിക്കുമ്പോ തന്റെ ആ ലളിതമായ ജീവിതത്തെപ്പറ്റിയും സന്തോഷത്തെപ്പറ്റിയും ലെക്സി ഷെയർ ചെയ്തു. താനിപ്പോ ഒരു സെറാമിക് ഷോപ്പ് നടത്തുന്നുണ്ട്. മാത്രമല്ല പോട്രി ക്ലാസുകളും എടുക്കുന്നുണ്ട്. ആ സമയത്താണ് അവളുടെ പാരന്റ്സ് അവളെ ഓർമ്മിപ്പിക്കുന്നത്. അവൾക്ക് 35 വയസ്സാവാറാകുന്നു. 20 വയസ്സായപ്പോൾ മുതൽ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവളെ ജീവിക്കാൻ വേണ്ടി അവളുടെ പാരന്റ്സ് അനുവദിച്ചു. ഇപ്പോൾ അവൾക്ക് 35 വയസ്സാവാറാകുന്നു. പാരമ്പര്യമായി ചില രീതികളുണ്ട്. റോയൽ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടി 35 വയസ്സായാൽ ഔദ്യോഗിക പദവികൾ ഏറ്റെടുക്കണം. എവിടെയാണെങ്കിലും റോയൽ ഫാമിലിയിലേക്ക് മടങ്ങിയെത്തണം. അത് യാഥാർത്ഥ്യത്തിൽ ലെക്സിയെ ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. റോയൽ ഫാമിലിയിലെ ആ ജീവിതവും മറ്റും ലെക്സിക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അടുത്ത 2 ആഴ്ചയിൽ ന്യൂയോർക്കിൽ ഒരു റോയൽ ഗാല അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് വലിയൊരു പാർട്ടി. ആ പാർട്ടിയിൽ വെച്ച് അവളെ രാജകുമാരിയായി അനൗൺസ് ചെയ്യും. അന്ന് അവിടെ വെച്ച് ചാരിറ്റി ഇവന്റും നടക്കും. അതിനുവേണ്ടി അവൾ ഒരു ശില്പവും തീർക്കണം എന്നും രാജാവ് തന്റെ മകളോട് പറഞ്ഞു. പക്ഷെ ലെക്സിക്ക് റോയൽ ഫാമിലിയിലേക്ക് തിരികെ പോവാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. താനതിനില്ലെന്നും തന്നെ ഒഴിവാക്കണം എന്നും അവൾ ആവശ്യപ്പെട്ടപ്പോ റോയൽ ഫാമിലിക്ക് കിരീട അവകാശിയായി മറ്റാരും തന്നെ ഇല്ലെന്നും അതുകൊണ്ട് അവൾ അത് ഏറ്റെടുത്തേ പറ്റൂ എന്നുമായിരുന്നു പാരന്റ്സ് പറഞ്ഞത്. അന്ന് രാത്രിയിൽ ലെക്സി ക്രിസ്സിക്കും മറ്റു 2 സുഹൃത്തുക്കൾക്കുമൊപ്പം ബാറിൽ പോയി. അവർ എല്ലാവരും പാർട്ടി ചെയ്യുകയായിരുന്നു. പക്ഷേ ലെക്സി മാത്രം കുറച്ച് മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ക്രിസ്സി അത് ശ്രദ്ധിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ലെക്സിയുടെ യഥാർത്ഥ ഐഡന്റിറ്റിയും അവളൊരു പ്രിൻസസ് ആണെന്ന കാര്യവുമൊന്നും ക്രിസ്സിക്ക് പോലും അപ്പോഴും അറിയില്ലായിരുന്നു. ലെക്സി അതൊക്കെ മറച്ചുവെച്ചാണ് അവിടെ ജീവിക്കുന്നത്. തുറന്നു പറഞ്ഞ് ക്രിസ്സിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചാലോ എന്ന് ലെക്സി ആദ്യം കരുതിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നാലെ ക്രിസ്സി ലെക്സിയോട് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഒരു സുന്ദരനായ യുവാവ് നിൽക്കുന്നുണ്ടെന്നും അയാളെ ഒന്ന് പോയി മുട്ടിനോക്ക് എന്ന മട്ടിലും പറഞ്ഞയച്ചു. ലെക്സി ആ യുവാവിന്റെ അടുത്തെത്തി. നോഹ എന്നായിരുന്നു അവന്റെ പേര്. അവനടുക്കൽ എന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, ഡ്രിങ്ക് കഴിക്കാൻ കൂടുന്നോ എന്ന് ലെക്സി ചോദിച്ചു. താനില്ലെന്നും താനിപ്പോൾ ജോലിയിലാണ് എന്നുമായിരുന്നു അവന്റെ മറുപടി. ലെക്സിക്ക് ആകെ ഒരു നാണക്കേട് തോന്നി. ചമ്മിയവൾ തിരികെ ടേബിളിലെത്തി. നോഹ ആ ക്ലബിലൊരു ബൗൺസറാണ് എന്ന മട്ടിലായിരുന്നു ലെക്സി അപ്പോൾ ചിന്തിച്ചത്. കൂട്ടുകാരൊക്കെ ലെക്സിയെ ഒന്ന് കളിയാക്കുക കൂടി ചെയ്തു. പിന്നീട് ഡാൻസും മറ്റുമായി അവർ ആഘോഷിച്ചു.
അടുത്ത ദിവസം ഉറക്കമുണർന്നപ്പോ പാരന്റ്സ് പറഞ്ഞ പാർട്ടിയുടെ ദിവസം അവൾ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ചു. സ്വതന്ത്രയായി ജീവിക്കാൻ തനിക്കിനി അത്രയും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ പാരന്റ്സ് കുറച്ച് ഡേറ്റുകളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒരു വരനെ കണ്ടെത്തണം. എന്തായാലും അവൾ പതിവ് പോലെ അന്ന് ജോഗിങ്ങിനായി ഇറങ്ങി. പാർക്കിൽ ഓടുമ്പോ തലേ ദിവസം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നോഹ എന്ന യുവാവിനെ അവൾ വീണ്ടും പാർക്കിൽ വെച്ച് കണ്ടു. പക്ഷെ പിന്നീടും നോഹ തന്നെ തുടർച്ചയായി നിരീക്ഷിക്കുന്നത് അവൾ കാണുന്നയുണ്ടായിരുന്നു. അവളുടെ ഷോപ്പിലും തെരുവിലും അവൾ എവിടൊക്കെ പോകുന്നോ അവിടെയൊക്കെയും നോഹയുടെ സാന്നിധ്യം. ഒരു ദിവസം ഒരു ബോക്സുമായി അവൾ നടന്നു പോകുമ്പോ ഒരാൾ വന്ന് അവളെ ഇടിക്കേണ്ടതായിരുന്നു. പക്ഷേ നോഹ ഓടിവന്ന് അയാളെ തിരിച്ചു വിട്ടു. അന്ന് നോഹയും ലെക്സിയും അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ലെക്സി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നോഹ യാഥാർത്ഥ്യത്തിൽ ലെക്സിയുടെ ബോഡി ഗാർഡായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണത്രേ. ലെക്സിക്ക് ആകെ വല്ലായ്മ തോന്നി. ലെക്സി ഉടൻ തന്നെ അമ്മയെ വിളിച്ചു. രാജ്ഞി ലെക്സിയോട് സംസാരിച്ചു. നോഹ എപ്പോഴും നിന്റെ പ്രൊട്ടക്ഷന് കൂടെയുണ്ടാകും. വൈകാതെ കുറച്ച് ഡേറ്റിനും മീറ്റിങ്ങുകൾക്കുമൊക്കെ നിനക്ക് പോകേണ്ടതാണല്ലോ. അപ്പോ ഒരു പ്രൊട്ടക്ഷന് ഒരാൾ കൂടെയുള്ളത് നല്ലതാണ്. എനിക്കിപ്പോ ഡേറ്റ് നോക്കാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ ലെക്സി ഒഴിയാൻ നോക്കിയെങ്കിലും അമ്മ അവളെ അതിനെ നിർബന്ധിച്ചു. അവളാകെ ദേഷ്യത്തിലാവുന്നുണ്ടായിരുന്നു. തന്നെ സമാധാനിപ്പിക്കാൻ അപ്പാർട്ട്മെന്റിൽ തിരികെ എത്തിയ അവൾ കുറെ നേരം മെഡിറ്റേറ്റ് ചെയ്തു. അന്ന് കുറച്ച് നേരത്തെയായിരുന്നു ജോലി കഴിഞ്ഞ് ക്രിസ്റ്റി വീട്ടിലേക്ക് എത്തിയത്. തന്റെ വെയിട്രസ് ജോലി താൻ അവസാനിപ്പിച്ചെന്നും കൂടുതൽ സീരിയസ് ആയി എന്തെങ്കിലും കണ്ടെത്തണം എന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. ലെക്സി ക്രിസ്റ്റിയെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോഴും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയെ പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ക്രിസ്റ്റിയോട് പറഞ്ഞാലോ എന്ന് ലെക്സി ചിന്തിച്ചെങ്കിലും അതവളെ പെട്ടെന്ന് വല്ലാതാക്കിയാലോ എന്നൊക്കെ ചിന്തിച്ച് ലെക്സി അത് വേണ്ടെന്ന് വെച്ചു. അടുത്ത ദിവസം ലെക്സിക്ക് രാവിലെ അമ്മയുടെ അടുത്തു നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അന്ന് ലെക്സിക്ക് വേണ്ടി അവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഡേറ്റിനായി അവൾ പുറപ്പെട്ടു. നോഹ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. തന്റെ കൂടെ അങ്ങനെ ചേർന്ന് നടക്കണ്ട എന്ന് ലെക്സി നോഹയോട് പറഞ്ഞു. അതോടെ ഒരു അകലം വിട്ട് നോഹ നടക്കാൻ ആരംഭിച്ചു. പിന്നാലെ ലെക്സി മീറ്റിംഗ് സ്പോട്ടിലെത്തി. അന്നത്തെ അവളുടെ ഡേറ്റ് ചെയ്യാൻ പോകുന്ന പയ്യനാകട്ടെ ഒരു ദുരന്തമായിരുന്നു. വന്നപ്പോ മുതൽ ആൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അതും അവന്റെ പ്രിയപ്പെട്ട കുതിരകളെ. അതിനെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്നു. ലെക്സിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നേയില്ല. എന്തായാലും ഡേറ്റ് കഴിഞ്ഞിറങ്ങി ലെക്സി മുമ്പോട്ട് നടന്നു. നോഹ പിന്നാലെ തന്നെയുണ്ട്. നോഹയെ ടെസ്റ്റ് ചെയ്യാൻ ലെക്സി തീരുമാനിച്ചു. കുറച്ചു ദൂരം മുമ്പോട്ട് നടക്കുമ്പോ അവൾ പെട്ടെന്ന് നിൽക്കും. കുറച്ചകലെയായി നടക്കുന്ന നോഹയും അവിടെ അങ്ങ് നിന്നുകളയും. അങ്ങനെ 2-3 തവണ ലെക്സി നോഹയെ ടെസ്റ്റ് ചെയ്തു. ലെക്സിക്ക് തമാശ തോന്നി. നോഹയോട് ലെക്സി സംസാരിച്ചു. ഇങ്ങനെ ഞാൻ പോകുന്ന എല്ലായിടത്തും എന്റെ പുറകെ വന്ന് എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ രാവിലെ മോർണിംഗ് ജോഗിന് പോകുമ്പോ അവിടെയും എന്റെ കൂടെ ജോയിൻ ചെയ്യണമല്ലോ എന്നവൾ പറഞ്ഞു. അന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയവൾ ഒരു പോട്രി ക്രിയേഷന് ശ്രമിച്ചു. പക്ഷേ കൈതട്ടി അതൊടഞ്ഞു പോയി. അവളാകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നീട് ക്രിസ്റ്റി വന്നപ്പോ അവളും ക്രിസ്റ്റിയും ഇരുന്ന് ഒരു TV ഷോ കൊണ്ടു. റോയൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. അത് കണ്ടതും ക്രിസ്റ്റി ചിരിയോടെ കളിയാക്കി പറഞ്ഞു, കുട്ടിക്കാലത്തൊക്കെ ഞാനിത് ആസ്വദിച്ചു കാണുമായിരുന്നു. ഒരു രാജകുമാരി, അവൾക്കെല്ലാമുണ്ട്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടെത്തുന്നവരെ അവൾക്കൊരു സന്തോഷവും ഉണ്ടാവില്ല. എന്തോന്ന് കഥയായത്. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സത്യത്തില് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ളവരുടെ ജീവിതമല്ലേ ഇതുപോലെ സിനിമയാക്കണ്ടേ? ഇതിപ്പോ ഈ രാജകുമാരിമാരുടെ മാത്രം സിനിമ. എന്തോന്നടേ ഇത്. ലെക്സി ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും പറഞ്ഞതേയില്ല. അടുത്ത ദിവസം ലെക്സി ജോഗിങ്ങിനിറങ്ങിയപ്പോ നോഹയും കൂടെയിരുന്നു. ബോഡി ഗാർഡാണല്ലോ, കൂടെ ഓടണമല്ലോ. പക്ഷേ നോഹയെ ഇറിറ്റേറ്റ് ചെയ്യാൻ ലെക്സി ഇടയ്ക്കൊക്കെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. പിന്നീട് അവർ പുറത്തുപോയപ്പോ മഞ്ഞപ്പത്രക്കാർ പുറകെയുണ്ടെന്ന് പറഞ്ഞ് ലെക്സി അവിടുത്തെ ഒരു ഷോപ്പിൽ കയറി. പിന്നീട് ഒരു വിക്കും കണ്ണടയും ഒക്കെ വെച്ച് രൂപമാറ്റം വരുത്തിയ പോലെ നോഹയ്ക്ക് മുമ്പിലൂടെ നടന്നു പോവാൻ തുടങ്ങി. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ലെക്സിയെ നോഹ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നാലെ നോഹ ലെക്സിയുടെ പിന്നാലെ തന്നെ പോവാൻ തുടങ്ങി. നോഹയെ ഒഴിവാക്കാനാണ് ലെക്സി അത് ചെയ്തതെങ്കിലും ലെക്സിക്ക് അത് സാധിച്ചതേയില്ല. അടുത്ത ദിവസം ഒരു ജോലിക്കായി ക്രിസ്റ്റി അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി. അന്ന് ലെക്സിയോട് മോശമായി പെരുമാറിയ അതേ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജോലിക്കായാണ് താൻ വന്നതെന്ന കാര്യം ക്രിസ്റ്റി പറഞ്ഞപ്പോ അവളുടെ രൂപഭാവത്തെ അയാൾ അപമാനിച്ചു. ഇവിടെ രാജാവും രാജ്ഞിയും ഒക്കെ താമസിക്കുന്ന ഇടമാണ്, നിന്നെപ്പോലുള്ളവർക്ക് പറ്റിയ ജോലിയല്ല എന്നർത്ഥത്തിലായിരുന്നു അയാൾ സംസാരിച്ചത്. ദേഷ്യം വന്ന ക്രിസ്റ്റി അയാളോട് ദേഷ്യപ്പെട്ട് അയാളെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അടുത്ത ദിവസം ലെക്സിക്ക് അടുത്തൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. ചാൾസ് എന്ന വ്യക്തിയായിരുന്നു പയ്യൻ. തീരുമാനിച്ചുറപ്പിച്ചിടത്ത് അവർ മീറ്റ് ചെയ്തു. പക്ഷേ സാധാരണ വസ്ത്രത്തിൽ വന്ന ലെക്സിയെ ചാൾസിന് തിരിച്ചറിയാൻ പറ്റിയില്ല. ലെക്സി ഒരു വെയിട്രസ് ആയിരിക്കും എന്നായിരുന്നു ആദ്യം ചാൾസ് കരുതിയത്. പിന്നീട് തെറ്റിദ്ധാരണ മാറി ഇരുവരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ലെക്സി ഓർഡർ ചെയ്തതൊരു ബിയർ ആയിരുന്നു. ചാൾസ് അതിൽ തന്നെ അത്ഭുതപ്പെട്ടു. ഒടുവിൽ ചാൾസിനും ഒരു ബിയർ തന്നെ ഓർഡർ ചെയ്യേണ്ടി വന്നു. അവര് തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോ ചാൾസ് അവളേക്കാൾ 11 വയസ്സ് ഇളയതാണ് എന്ന് ലെക്സി തിരിച്ചറിഞ്ഞു. അതിനെപ്പറ്റി ലെക്സി ചാൾസിനോട് ചോദിച്ചു. എനിക്ക് പ്രായമുള്ള സ്ത്രീകളെയാണ് ഇഷ്ടം എന്നായിരുന്നു ചാൾസിന്റെ മറുപടി. ഇതൊക്കെ കേട്ട് തൊട്ടപ്പുറത്ത് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്ന നോഹ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. അന്നത്തെ
മൂന്നാമത്തെ ഡേറ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോ ലെക്സി നോഹയോട് ദേഷ്യപ്പെട്ടു. എന്നെ കളിയാക്കിയത് ശരിയായില്ല. ഞാനീ ചെയ്യുന്നത് വെറും ഒരു ജോലിയൊന്നുമല്ല. എന്റെ ഇഷ്ടത്തിന് വിപരീതമായി എന്റെ മുഴുവൻ ജീവിതവും ദേ ഇവിടെ മാറാൻ തുടങ്ങുവാണ്. ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ലെക്സി തന്റെ ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ പറഞ്ഞപ്പോ നേരത്തെ അവളെ കളിയാക്കി ചിരിച്ചത് അത്ര ശരിയായില്ലെന്ന് അവന് തോന്നി. അന്ന് ഡിന്നർ കഴിക്കുമ്പോ ലെക്സി വീണ്ടും അമ്മയെ കണ്ടു. രാജ്ഞിയുടെ അടുക്കൽ തന്റെ മേലെ ഈ രാജകുമാരി പട്ടം കെട്ടിവെക്കരുതെന്നും തനിക്കിതൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞു. പക്ഷേ ഇത് നിന്റെ കർത്തവ്യമാണെന്നും നിന്നോട് ട്രൂ ആയി ഇരുന്നു കൊണ്ട് തന്നെ നിനക്കിതും നിറവേറ്റാൻ പറ്റും എന്നുമായിരുന്നു അമ്മയുടെ മറുപടി. അന്ന് രാത്രിയിൽ നോഹ തന്റെ വീട്ടിലേക്കെത്തി. വീട്ടിൽ സഹോദരൻ മൈക്കി ഉണ്ടായിരുന്നു. മൈക്കി വീൽചെയറിലാണ് ജീവിക്കുന്നത്. അവന് കേൾവിശക്തിയും കുറവാണ്. അന്ന് സഹോദരനുമായി സംസാരിക്കുമ്പോ മൈക്ക് മനസ്സ് തുറന്നു. തനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും എന്ത് ചെയ്യണമെന്നറിയില്ലെന്നും പറഞ്ഞു. നോഹ അവനെ എൻകറേജ് ചെയ്തു. മനസ്സിലെ ഇഷ്ടം അവനോട് തുറന്നു പറയാൻ പറഞ്ഞു. എപ്പോഴും നമ്മുടെ ഫീലിംഗ്സിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണമെന്നും ഇല്ലെങ്കിൽ കുറ്റബോധത്തോടെ പിന്നീട് ജീവിക്കേണ്ടി വരും എന്നും നോഹ കൂട്ടിച്ചേർത്തു. എങ്ങനെ മൈക്കിയുടെ ഇഷ്ടം ആ പെൺകുട്ടിയെ അറിയിക്കും? അതിനെപ്പറ്റിയായി അവരുടെ ചർച്ച. ഒടുവിൽ അവൾക്കായി ഒരു ലെറ്റർ എഴുതാം എന്നവർ തീരുമാനിച്ചു. ഷോപ്പിൽ ലെക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ നോഹ അങ്ങോട്ടേക്ക് വന്നു. തലേ ദിവസം അവളെ കളിയാക്കിയതിന് അവനന്ന് ക്ഷമ ചോദിച്ചു. അന്നു മുതൽ അവൾക്കരികിൽ നിന്ന് കുറച്ചുകൂടി അകലം കീപ്പ് ചെയ്യാനും അവളുടെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനും നോഹ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് മുമ്പ് അവിടെ വന്ന് വസ്തുക്കൾ നോക്കിപ്പോയ ആ ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. പണവുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹം ഒന്ന് നോക്കിവെച്ച മനോഹരമായൊരു പോട്ട് തന്നെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി. അയാളുടെ റെസ്റ്റോറന്റിലേക്ക് വേണ്ടിയായിരുന്നു അത്. സന്തോഷത്തോടെ ലെക്സി അത് വിറ്റു. നോഹ അന്ന് അവിടെ നിന്ന് ഒരു വസ്തു വാങ്ങിയിരുന്നു. ലെക്സിയെ നോഹ അന്ന് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചു. ലെക്സിയും കൂടെ ചെന്നു. അവിടെ വെച്ച് നോഹയുടെ സഹോദരൻ മൈക്കിയെ ലെക്സി പരിചയപ്പെടുകയാണ്. അവരവരുടെ പാസ്റ്റിനെ പറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ സംസാരിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മൈക്കിയും ലെക്സിയും വളരെയധികം കമ്പനിയായി. അവിടെ നിന്ന് പോരുമ്പോൾ നോഹ ലെക്സിക്ക് ചെറുപ്പത്തിൽ താൻ പോയിരുന്ന യൂത്ത് സെന്റർ കാണിച്ചു കൊടുത്തു. അതപ്പോൾ പൂട്ടപ്പെട്ടിരുന്നു. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത യുവാക്കളെ വളർത്തുവാൻ അന്ന് ആ യൂത്ത് സെന്റർ വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. അതൊന്നും വർക്കിംഗ് ആയിരുന്നെങ്കിൽ മൈക്കിയെ തനിക്ക് അവിടെ ആക്കാമായിരുന്നു എന്ന് നോഹ പറയുന്നുമുണ്ടായിരുന്നു. അന്ന് ലെക്സിയെ വീട്ടിലേക്കെത്തിക്കാൻ നോഹയും കൂടെ പോയിരുന്നു. നോഹ ലെക്സിക്ക് തന്റെ കാർഡ് കൊടുത്തു. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അവർക്കിടയിലെ അകലം മാറി ചെറിയൊരു സൗഹൃദം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ കിടന്ന ലെക്സി നോഹയ്ക്കൊരു മെസ്സേജ് അയച്ചു. അന്നത്തെ നല്ല ദിവസത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ ലെക്സിക്കൊപ്പം നോഹ ജോയിൻ ചെയ്തു. അവരൊന്നിച്ച് ജോഗിങ്ങിന് പോയി. മെഡിറ്റേറ്റ് ചെയ്തു. പിന്നീട് ഷോപ്പിൽ വെച്ച് എങ്ങനെ പോട്രി ചെയ്യാമെന്ന് ലെക്സി നോഹയെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ അടുപ്പം വർദ്ധിച്ചു വരുന്നതും പ്രകടമായിരുന്നു. അന്നായിരുന്നു ലെക്സിയുടെ മൂന്നാമത്തെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അന്ന് പാർക്കിൽ വെച്ചാണ് മാർക്കസ് എന്ന പേരുള്ള പ്രിൻസിനെ അവൾ മീറ്റ് ചെയ്യുന്നത്. മാർക്കസ് ഇതിനു മുമ്പ് മീറ്റ് ചെയ്തവരെ പോലായിരുന്നില്ല. മാർക്കസും ഫോഴ്സ്ഫുള്ളി മാരേജിലേക്ക് എത്തിപ്പെട്ട വ്യക്തിയാണ്. മാർക്കസിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ ലെക്സിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ നോഹയെ നോക്കി ലെക്സി ആംഗ്യം കാണിക്കുകയും ചെയ്തു. പക്ഷേ ലെക്സിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്ന നോഹയ്ക്ക് അത് ചെറിയ അസ്വസ്ഥത തീർത്തിരുന്നു. തിരികെ വരുന്ന വഴിയിൽ മാർക്കസിനെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു. നോഹ ഇതുവരെ റിലേഷൻഷിപ്പിലൊന്നും പെട്ടിട്ടില്ലേ എന്ന് ലെക്സി ചോദിച്ചു. 6 വർഷം മുമ്പ് തന്റെ ഭാര്യ മരണപ്പെട്ടെന്നും അതിനുശേഷം ആരെയും എനിക്ക് സ്നേഹിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല എന്നുമായിരുന്നു നോഹയുടെ മറുപടി. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോ അവരൊരു ഫൗണ്ടൈന്റെ അടുത്തെത്തി. ലെക്സി ചിരിയോടെ ആ ഫൗണ്ടൈൻ നോക്കി പറഞ്ഞു, ഇത് ഈ നഗരത്തിലെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശില്പങ്ങളിലൊന്നാണ്. ആ ഒരു പ്രദേശത്താണ് താൻ ജീവിക്കുന്നതെങ്കിലും ഇന്നേ വരെ ഈ ശില്പം ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. എന്തൊരു ഭംഗിയാണിതിന്. പെട്ടെന്നാണ് ക്രിസി ആ വഴി വന്നത്. അവരിരുവരെയും ഒന്നിച്ചു കണ്ടപ്പോ ക്രിസി അതിശയിച്ചു. നോഹയെ എന്ന ബാറിൽ വെച്ച് കണ്ടതുകൊണ്ട് ഇത് അയാളല്ലേ എന്ന മട്ടിൽ ചോദിക്കുകയും ചെയ്തു. താൻ പെടുമോ എന്ന് പെട്ടെന്ന് ലെക്സി ഭയന്നിരുന്നു. പെട്ടെന്ന് അവൾ ഒരു നുണ പറഞ്ഞു. താനും നോഹയും ഡേറ്റ് ചെയ്യുകയാണെന്നായിരുന്നു അവൾ പറഞ്ഞത്. ഒരുപടി കൂടി കടന്ന് നോഹയുടെ തോളിൽ അവൾ ചാഞ്ഞുകിടക്കുകയും ചെയ്തു. അവരെ ബുദ്ധിമുട്ടിക്കാതെ ക്രിസിയുടെ നാവടി കടന്നുപോയി. പക്ഷേ ക്രിസി പോയതിനു ശേഷം നോഹയും ലെക്സിയും സംസാരിച്ചു. ക്രിസിയോട് ലെക്സി ചെയ്യുന്നത് ശരിയല്ലെന്നും അത്രയും നാൾ കൂടെയുണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും സത്യങ്ങൾ എത്രയും വേഗം അവളെ അറിയിക്കണം എന്ന് നോഹ ഉപദേശിച്ചു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. ക്രിസിയോട് കാര്യങ്ങൾ പറയാൻ അവൾ തീരുമാനിച്ചു. അന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ ക്രിസി ഒരു തണുപ്പം മട്ടിലായിരുന്നു ലെക്സിയോട് പെരുമാറിയത്. കാര്യങ്ങൾ വ്യക്തമാണ്. അവൾ നോഹയെ ഡേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം പോലും ക്രിസിയോട് ലെക്സി മറച്ചുവെച്ചു. അതിന്റെ ദേഷ്യമായിരുന്നു ക്രിസിക്കുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാം
എല്ലാം അവളോട് പറയാനായി ലെക്സി മുന്നിട്ട് വന്നപ്പോഴേക്കും ക്രിസ്സിക്ക് ഒരു കോള് വന്നു. മറ്റൊരു ഇന്റർവ്യൂ റിജക്ഷൻ കോൾ ആയിരുന്നു അത്. ക്രിസ്സിയാകെ അസ്വസ്ഥയായി. ലെക്സി അവളെ ആശ്വസിപ്പിച്ചു. വരുന്ന ഫ്രൈഡേ ഒരു ഗേൾസ് പാർട്ടിക്ക് പോകാം എന്ന മട്ടിൽ അവൾ പറഞ്ഞു. അന്ന് രാത്രിയിൽ ലെക്സി തന്റെ അമ്മയുമായി സംസാരിക്കുകയാണ്. ക്രിസ്സിയോട് സത്യങ്ങൾ പറയാൻ പറ്റാത്ത തന്റെ അവസ്ഥയും കാര്യങ്ങളുമൊക്കെ അവൾ അമ്മയോട് ഷെയർ ചെയ്തു. ക്രിസ്സിയോട് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നീ ചെയ്യുന്ന തെറ്റാണ് എന്നായിരുന്നു അമ്മയും പറഞ്ഞത്. പിന്നാലെ അവൾ ഒരു കാര്യം ചോദിച്ചു. റോയൽ ഫാമിലിയിലെ മെമ്പറെ തന്നെ ഞാൻ കണ്ടെത്തണമെന്നുണ്ടോ? ഒരു സാധാരണക്കാരനെ ഞാൻ കണ്ടെത്തി വിവാഹം കഴിച്ചാലോ? നിന്റെ അച്ഛൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. നിന്റെ ഭാവി ഭർത്താവിന് ഒരു സാധാരണ ജോലിയൊന്നും ഉണ്ടായാൽ പോരാ എന്നായിരുന്നു അമ്മയുടെ മറുപടി. കൃത്യം അതിന് പുറകെയാണ് മാർക്കസ് വീണ്ടും മെസ്സേജ് അയക്കുന്നത്. ലെക്സിയെ വീണ്ടും ഒരു ഡേറ്റിന് ക്ഷണിച്ചുകൊണ്ടായിരുന്നു അത്. അടുത്ത ദിവസം മാർക്കസുമായുള്ള ഡേറ്റിന് ലെക്സി പോയി. ഭക്ഷണം കഴിച്ച് സംസാരിക്കുമ്പോൾ ഇരുവരും ആർട്സിനെ പറ്റി സംസാരിച്ചു തുടങ്ങി. ഇരുവർക്കും ആർട്സിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ആ റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ഒരു വെയ്സിനെ പറ്റി മാർക്കസ് അപമാനിച്ച് സംസാരിച്ചത്. എന്തിനു കൊള്ളാം ആ വെയ്സ്, ഒരു മെനയുമില്ലല്ലോ എന്ന മട്ടിൽ മാർക്കസ് പറഞ്ഞതും ലെക്സി നോക്കി. ലെക്സിയുടെ ഷോപ്പിൽ നിന്ന് റെസ്റ്റോറന്റ് ഓണർ വാങ്ങിയ മനോഹരമെന്ന് എല്ലാവരും പറഞ്ഞ ഒരു വെയ്സായിരുന്നു അത്. അവൾ വല്ലാതെ അപമാനിതയായ പോലെ അനുഭവപ്പെട്ടു. ലെക്സിയൊന്നും മിണ്ടിയില്ല. ഇതൊക്കെ നോഹ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയുമുണ്ട്. ലെക്സിയോട് അവൻ ഇഷ്ടമുണ്ട്. പക്ഷെ അത് പറയാനും പറ്റുന്നില്ല. അന്ന് അവിടെ നിന്ന് തിരികെ പോരുമ്പോ മാർക്കസ് ലെക്സിയോട് തന്റെ സ്നേഹം തുറന്നു പറഞ്ഞു. ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് അവളോട് പ്രണയം തോന്നിയെന്ന കാര്യം അറിയിച്ചു. അന്ന് രാത്രിയിൽ ക്യൂനും ലെക്സിയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവളങ്ങനെ മാർക്കസിനെ കണ്ടെത്തിയതിൽ ക്യൂൻ അതീവ സന്തുഷ്ടയായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, ഞാനങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഗാല ഡേറ്റിനു വേണ്ടി, പാർട്ടിക്ക് വേണ്ടി അയാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അത്രയേയുള്ളൂ. രാജകുമാരിയാകുന്ന കാര്യം പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതേ സമയം തെരുവിലൂടെ പോവുകയായിരുന്ന നോഹ ലെക്സിക്കേറെ ഇഷ്ടപ്പെട്ട ഫൗണ്ടൈന്റെ അടുത്തെത്തി. അവൾക്ക് മെസ്സേജ് അയച്ചാലോ എന്നവൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് വെച്ചു. അടുത്ത ദിവസം ക്യൂനും കിങ്ങിനുമൊപ്പം ലെക്സിക്കും മാർക്കസിനും ലഞ്ചുണ്ടായിരുന്നു. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവർ ഒന്നിക്കുന്നതിൽ തനിക്കേറെ സന്തോഷമുണ്ട് എന്ന് ക്വീൻ പറഞ്ഞു. മാർക്കസ് ആ സമയത്ത് ലെക്സിയുടെ കൈ പിടിച്ചു. അവളുടെ കണ്ണുകൾ നോഹയിലേക്ക് പോയി. 2 ആഴ്ചത്തെ നോഹയുടെ സേവനത്തിന് കിങ്ങും ക്വീനും അടക്കം നോഹയോട് നന്ദി അറിയിച്ചു. ലെക്സിക്ക് വല്ലാതൊരു വിമ്മിഷ്ടം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് തിരികെ പോരുമ്പോ ലെക്സിക്കൊപ്പം നോഹയും പോന്നു. അവളെ വീട്ടിലാക്കി നോഹ പോയി. ലെക്സി അപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ക്രിസ്സി വല്ലാത്ത ദേഷ്യത്തിലാണ്. സംഭവം എന്തെന്നാൽ ലെക്സിയൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ലെക്സിയെ പറ്റിയുള്ള വിവരങ്ങൾ മുഴുവൻ മാഗസിനിലൂടെയും മറ്റും അവൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ലെക്സി വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രിസ്സി അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലേയായിരുന്നില്ല. അവിടെ നിന്നും താൻ തന്റെ അമ്മയ്ക്കടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അപ്പാർട്ട്മെന്റ് വിട്ട് അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അടുത്ത ദിവസം മാർക്കസ് ഫോണിൽ സംസാരിച്ചു വരുന്നത് യാദർച്ഛികമായി അതിലൂടെ പോവുകയായിരുന്ന നോഹ കേട്ടു. അവൾ കോവിയയിലെ രാജകുമാരിയാണല്ലോ, അവളെ കെട്ടിയ എനിക്ക് പിന്നെ എന്തും അവളിൽ നിന്ന് നേടിയെടുക്കാം. ക്രിസ്സിയുമായി വഴക്കുണ്ടായതിൽ, ക്രിസ്സി അങ്ങനെ പിണങ്ങിപ്പോയതിൽ ലെക്സി അസ്വസ്ഥയായിരുന്നു. അവൾ കണ്ട ഫോട്ടോസൊക്കെ ലെക്സി വലിച്ചു കീറി കളഞ്ഞു. ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുമ്പോ നോഹ അവളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നോഹയെ അവോയ്ഡ് ചെയ്ത് അവൾ മുമ്പോട്ട് പോവാൻ തുടങ്ങി. നോഹ ലെക്സിക്ക് അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. മാർക്കസിനെ പറ്റി വാൺ ചെയ്യാനും അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലെക്സി അതൊക്കെ അവഗണിച്ചതേയുള്ളൂ. അങ്ങനെ റോയൽ ഗാലയുടെ പാർട്ടിയുടെ ദിവസം എത്തി. രാവിലെ എഴുന്നേറ്റ് ലെക്സി പിന്നീട് പാർക്കിൽ ഓടാൻ പോയി. കഴിഞ്ഞ കുറച്ച് ദിവസമായി നോഹയെ അവോയ്ഡ് ചെയ്തു വിട്ട ശേഷം അവൾ നോഹയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. നോഹയ്ക്ക് അവൾ മെസ്സേജ് ചെയ്തു. എവിടെയാണെന്ന് തിരക്കി. നോഹയിൽ നിന്ന് ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല. അവൾ പിന്നീട് തന്റെ ഷോപ്പിൽ പോയി. അന്ന് ഷോപ്പിലേക്ക് ക്രിസ്സി വന്നിരുന്നു. നോഹയും ക്രിസ്സിയും സംസാരിച്ചു. ഇരുവർക്കുമിടയിലെ തെറ്റിദ്ധാരണകൾ മാറി. റോയൽ ഗാലയിലെ ഓപ്ഷന് വെക്കാൻ താനുണ്ടാക്കിയ ശില്പം അവൾ ക്രിസ്സിയെ കാണിച്ചു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് അവൾ ഡെവലപ്പ് ചെയ്തൊരു ശില്പമായിരുന്നു അത്. ക്രിസ്സിക്ക് അത് കണ്ട സന്തോഷം തോന്നി. ലെക്സി ക്രിസ്സിയോട് കെട്ടിപ്പിടിച്ച് വാക്കുകൊടുത്തു. ഇനി ഒരിക്കലും അവളൊന്നും മറച്ചുവെക്കില്ലെന്ന്. ക്രിസ്സിയും അതുപോലെ തന്നെ പറഞ്ഞു. അവർ വീണ്ടും ഉറ്റ സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. നോഹയെപ്പറ്റി അപ്പോഴാണ് ക്രിസ്സി ചോദിക്കുന്നത്. നോഹ വെറും ഒരു ബോഡി ഗാർഡാണ് എന്ന് പറഞ്ഞൊഴിയാൻ ലെക്സി ശ്രമിച്ചു. അന്ന് രാത്രിയിൽ ലെക്സി തയ്യാറായി. ഗാലയ്ക്ക് വേണ്ടിയുള്ള ഗൗണൊക്കെ അണിഞ്ഞായിരുന്നു അവൾ റെഡിയായത്. ക്രിസ്സി അത് നോക്കിക്കണ്ടു. അവളുടെ ഭംഗിയെ പുകഴ്ത്തി. പിന്നീട് തയ്യാറായി അവൾ പുറത്തേക്ക് വരുമ്പോ മാർക്കസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മാർക്കസിനൊപ്പം റോയൽ ഗാല നടക്കുന്നിടത്തേക്ക് അവൾ എത്തി. പാരന്റ്സിനെ മീറ്റ് ചെയ്തു. എല്ലാവരും പിരിഞ്ഞുപോയപ്പോ അച്ഛനടുക്കൽ അവൾ നോഹയെപ്പറ്റി ചോദിച്ചു. ആ സമയത്താണ് അവളുടെ അച്ഛൻ പറയുന്നത് നോഹ അവരുടെ ഫോട്ടോസ് എടുത്ത് മാഗസിന് വിൽക്കുകയായിരുന്നത്രേ. മാർക്കസ് അത് കൈയോടെ പിടിച്ചു അവനെ പുറത്താക്കി. അതത്ര ശരിയായ കാര്യമല്ലല്ലോ എന്ന് ലെക്സി ചിന്തിച്ചു. പിന്നീട് നിരീക്ഷണത്തിൽ ലെക്സി ഒരു കാര്യം മനസ്സിലാക്കി. രഹസ്യമായി മാർക്കസ് ആണ് എല്ലാത്തിന്റെയും ഫോട്ടോ എടുക്കുന്നത്. ക്വീനിന്റെയും കിങ്ങിന്റെയും വരെ ഫോട്ടോ അവൻ പകർത്തുന്നുണ്ടായിരുന്നു. ഇതേ
അതേസമയം മറുവശത്ത് നോഹയും മൈക്കിയും വീട്ടിൽ ഡിന്നർ കഴിക്കുകയാണ്. മൈക്കി താൻ ലെറ്റർ കൊടുത്ത തന്റെ പെണ്ണ് ഡേറ്റിന് സമ്മതിച്ചു എന്ന കാര്യം അറിയിച്ചു. പിന്നാലെ നോഹയോട് ലെക്സിയെപ്പറ്റി തിരക്കി. നോഹയ്ക്ക് ലെക്സിയോട് പ്രണയതാല്പര്യമുണ്ടെന്ന് തനിക്കറിയാം എന്നവൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ലെക്സി ഉണ്ടാക്കിയ ശില്പത്തിന്റെ ലേലം നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ലെക്സിക്ക് ഒരു മെസ്സേജ് വരുന്നത്. ലെക്സിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫൗണ്ടൈന്റെ ചിത്രമായിരുന്നു അത്. നോഹയാണ് അയച്ചിരിക്കുന്നത്. നീ നുണ പറഞ്ഞതൊന്നുമല്ല, രാത്രിയിൽ ഇത് കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട്. നോഹ അങ്ങനെ ഒരു ഫോട്ടോ അയച്ചതും മാർക്കസിന്റെ കാര്യത്തിൽ ലെക്സിക്ക് കുറെ സംശയങ്ങൾ തോന്നി. മാർക്കസിനെ അവൾ എതിരിട്ടു, കാര്യങ്ങൾ ചോദ്യം ചെയ്തു. ഒടുവിൽ മാർക്കസ് ഒക്കെ സമ്മതിച്ചു. മാർക്കസ് ആണ് ഫോട്ടോ എടുത്തതെന്നും മാർക്കസിനെ പറ്റി നോഹ ലെക്സിക്കടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് നോഹയെ ഒഴിവാക്കാൻ മാർക്കസ് ശ്രമിച്ചത് എന്നുമുള്ള സത്യങ്ങളായിരുന്നു മാർക്കസ് അംഗീകരിച്ചത്. ഇതെല്ലാം അതുവഴി വന്ന രാജാവ് കേട്ടിരുന്നു. തൊട്ടുപുറകെ രാജാവ് ഒരു കോൾ ചെയ്തു. കുറച്ചു കഴിഞ്ഞതും പരിപാടിയുടെ ഔദ്യോഗിക ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ്. രാജാവും രാജ്ഞിയും വന്നവരോട് സംസാരിക്കാൻ ലെക്സിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. അവൾ പറഞ്ഞു, ആദ്യം എന്റെ പാരന്റ്സ് എന്നോട് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടതിന് സാധിക്കുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും മറ്റും ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ഥാനം സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു. പരിപാടി കഴിഞ്ഞതും വേഗത്തിൽ അവൾ അവിടെ നിന്ന് പോവാൻ തയ്യാറായി. നോഹയെ കാണണം, നോഹയോട് സംസാരിക്കണം, അവളുടെ ഉള്ളിലുള്ള ഇഷ്ടം നോഹയെ അറിയിക്കണം. അവൾ ചിന്തിച്ചിരുന്നു. തിരക്ക് പിടിച്ചവൾ പോകുന്നത് കണ്ടതും അവളുടെ അച്ഛൻ അവളെ വിളിച്ചു നിർത്തി. നിന്നെ പരിചയപ്പെടുത്താൻ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്നച്ഛൻ അവളോടായി പറഞ്ഞു. സത്യസന്ധനായ നല്ലൊരു വ്യക്തി. ലെക്സി തിരിഞ്ഞു നോക്കി. അത് നോഹയായിരുന്നു. ലെക്സിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷത്തോടെ നോഹയുടെ കൈപിടിച്ച് അവൾ പുറത്തേക്കോടി. ഫൗണ്ടൈന്റെ അടുത്തെത്തി. അവിടെ വെച്ച് അവർ അവരുടെ പ്രണയം തുറന്നു പറഞ്ഞു. പരസ്പരം ചുംബിച്ചു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് അടച്ചുപൂട്ടപ്പെട്ട യൂത്ത് സെന്റർ വീണ്ടും തുറന്നു. നോഹയുടെ സഹോദരനും അവന്റെ ഗേൾഫ്രണ്ടുമടക്കം അന്നവിടെ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. നോഹയും ലെക്സിയും മുമ്പോട്ട് സന്തോഷത്തോടെ ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.